ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ഐ ആം ഡോക്ടർ വിഷ്ണു ദർശൻ. നമ്മൾ ചരകം സൂത്രസ്ഥാനം, ചരകസംഹിത സൂത്രസ്ഥാനത്തിലെ APGTക്ക് വേണ്ട ലാസ്റ്റത്തെ മൂന്ന് മന്തിൽ എങ്ങനെ അത് എളുപ്പത്തിൽ കവർ ചെയ്യാം, അല്ലെങ്കിൽ വളരെയധികം മിസ്സാക്കാൻ പാടില്ലാത്ത പോയിന്റ്സുകൾ എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ സെഷനാണ്. അതായത് 21ാമത്തെ ചാപ്റ്റർ മുതൽ 30ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ദെൻ 21ാമത്തെ ചാപ്റ്റർ അഷ്ടോനിധീയമാണ്. അതിനകത്ത് അതിസ്ഥൂലന്റെ നിധാനം പറയുന്നുണ്ട്. അതിസ്ഥൂല ദോഷം അടിക്കണം ആദ്യമേ. അതുപോലെ തന്നെ അതിസ്ഥൂലന്റെ നിധാനം, ലക്ഷണം, കോസസ്. അതിൽ ഓരോ കോസസും അത് എന്ത് ലക്ഷണമാണ് ഉണ്ടാക്കുന്നത്, അത് അസേർഷൻ റീസൺ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിസ്ഥൂലന് ഈ കാരണം കൊണ്ടാണ് ഈ ലക്ഷണം ഉണ്ടാകുന്നത് എന്ന് എടുത്തു പഠിക്കുക 8 ദെൻ അതികാർഷന്റെ നിധാനം പഠിക്കുക. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പഠിക്കുക. നിദ്രയുടെ എല്ലാ കോണ്ടക്സ്റ്റുകളും ഇവിടെ വരുന്ന ദിവാസ്വപ്നം, നിദ്രാനാശം, നിദ്രാനാശ ഹേതു, അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റും ടൈപ്സ് ഓഫ് നിദ്രയും എല്ലാം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 22 ലംഘനീയ ബ്രഹ്മണീയ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഷഡ്വിധ ഉപക്രമങ്ങളാണ് അതിൽ പറയുന്നത്. ആ ഉപക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യത്തിന്റെ ഗുണം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഷഡ്വിധ ഉപക്രമത്തിന്റെ ഓരോന്നിന്റെയും ഇൻഡിക്കേഷനും കോൺട്രാ ഇൻഡിക്കേഷനും പഠിക്കണം. സാമാന്യ ലക്ഷണം, സമ്യക് ലക്ഷണം പഠിക്കണം. സമ്യക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, സമ്യക് ലംഘന ലക്ഷണം എന്താണ്, അതിയോഗമായാൽ എന്താണ് എന്നുള്ളതും ഉറപ്പിച്ചു പഠിക്കണം. 23ലേക്ക് വരുമ്പോഴത്തേക്കും സന്ദർപ്പണീയ അധ്യായമാണ്. അതിൽ സന്ദർപ്പണജന്യ രോഗം, അപദർപ്പണജന്യ രോഗം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതുണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്തൊക്കെ, അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് നോക്കാം. 24ലേക്ക് വരുമ്പോൾ വിധിശോണിധീയ അധ്യായമാണ്. അതിൽ രക്തദുഷ്ടി നിധാനം പറയുന്നുണ്ട്. ടൈപ്പ് ഓഫ് രക്തദുഷ്ടി, ഓരോ വാദപിത്ത കഫത്തിന് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. മതമൂർച്ച സന്യാസം, അതിന്റെ ട്രീറ്റ്മെന്റ് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അതും ഫോക്കസ് ചെയ്ത് പഠിക്കാം. ദെൻ വിശുദ്ധ പുരുഷ ലക്ഷണം ഈ ഒരു ഏരിയയിൽ പറയുന്നുണ്ട്. 25ലേക്ക് വരുമ്പോഴത്തേക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒറിജിൻ ഓഫ് പുരുഷ ആൻഡ് ഡിസീസ്. അതായത് യജപുരുഷി അധ്യായമാണ് പറയുന്നത്. അതിൽ പുരുഷന്റെ ഒറിജിനും അതിനുള്ള കാരണവും എന്താണെന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ ശ്രേഷ്ഠ അവരദ്രവ്യങ്ങൾ പഠിക്കണം. ഒട്ടും തന്നെ മിസ് ചെയ്യാൻ പാടില്ല അഗ്ര്യം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പിച്ച് പഠിക്കുക. അഗ്ര്യം, ആസവ യോനി, നമ്മൾ UPSCക്ക് ഇപ്പോൾ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് ആസവ യോനി. സോ അതുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക. ദെൻ അടുത്ത ചാപ്റ്റർ ആത്രേയ ഭദ്രകാപ്യമാണ്. അതിലൊന്നും നമുക്ക് മിസ്സാക്കാനില്ല. ദ്രവ്യം ഫുൾ കവർ ചെയ്യുന്നത്, ദ്രവ്യഗുണം ഫുൾ കവർ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. രസം, ഓരോ രസങ്ങളുടെ ഗുണം, അത് അധികമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തരതമ ഭേദേന എന്താണ്, വീര്യം, വിഭാഗം, പ്രഭാവം, വിരുദ്ധാഹാരം, അതിന്റെ കോംപ്ലിക്കേഷൻസ്, അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ഈ ഒരു ഭാഗത്താണ്. ഇത് പഠിച്ചാൽ ദ്രവ്യത്തിന്റെ ഒരു 50% ചരകം കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ആത്രേയ ഭദ്രകാപ്യ അധ്യായം. ദെൻ അന്നപാന വിധി നമുക്ക് കുറച്ച് വാസ്റ്റ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് മാത്രം നോക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയയിലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ്രവ്യങ്ങളുടെ ഫങ്ഷൻസ് പറയുന്നുണ്ട്, അത് നോക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് അനുപാനം പറയുന്നുണ്ട്, അത് നോക്കുക. അതുപോലെ മധുവർഗം നോക്കുക. അതുപോലെ കപിത്തം, ആമ്രം, ധാഡിമം, അതുപോലെ ബില്ലും, ഈ ഒരു ഭാഗങ്ങൾ നോക്കുക. അത് സുശ്രുത ബേസ്ഡിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്കത് വേണമെങ്കിൽ ഇനി ഒരു ചരക ബേസിലേക്ക് വരാം. അതുകൊണ്ട് ഈ പറയുന്ന ഡ്രഗുകളൊക്കെ ഒന്ന് നോക്കുക. അതിൻ്റെ ഏത് വാദമാണ്, എന്ത് ദോഷമാണ് കോപിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കപിത്തം, ആമ്രം, ധാഡിമം, ബില്ലും. ഓക്കെ. അതുപോലെ വാട്ടറിന്റെ, ജലത്തിന്റെ ക്വാളിറ്റീസ് ഓരോ ഋതുക്കൾ അനുസരിച്ചിട്ട് ഭാവപ്രകാശം ബേസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. സോ അതും ഈ ഒരു ഭാഗത്തുനിന്ന് ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഓരോ മൗണ്ടൈനിൽ നിന്നുള്ള ഒറിജിൻ അനുസരിച്ചിട്ടുണ്ടായിരിക്കുന്ന വാട്ടറിന്റെ ക്വാളിറ്റീസ് അതും കൂടി ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. അടുത്തത് വിവിധാശുദ്ധിയ പിധിയ അധ്യായമാണ്. അതിലേക്ക് വരുമ്പോൾ പ്രദോഷജന്യ വ്യാധീസ് ആണ് പറയുന്നത്. 28ാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് ഓരോ പ്രദോഷജന്യ വ്യാധീസ് പറയുന്നുണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട്. ശാഖയിൽ നിന്നും കോഷ്ടത്തിലേക്ക് എപ്പോഴാണ് പോകുന്നത്, കോഷ്ടത്തിൽ നിന്നും ശാഖയിലേക്ക് എപ്പോഴാണ് പോകുന്നത്, ഈ 3 കാര്യങ്ങൾ അതിൽ ഉറപ്പിച്ചു പഠിക്കും. പ്രദോഷജന്യ വ്യാധീസ്, അതിന്റെ ട്രീറ്റ്മെന്റ്, ശാഖ ടു കോഷ്ട, കോഷ്ട ടു ശാഖ. then 29ലേക്ക് വരുമ്പോഴത്തേക്കും ദശപ്രാണായാതനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അത് നോട്ട് ചെയ്ത് പഠിക്കുക. ചരകം ശാരീരത്തിലും പറയുന്നുണ്ട്, സോ കമ്പയർ ചെയ്ത് പഠിക്കാം. then ലാസ്റ്റ് 30ലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ ശ്രേഷ്ഠ തിങ്സ് 6 പറയുന്നുണ്ട്, അതൊന്ന് നോക്കുക. ആയുർവേദത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയുന്നുണ്ട്. പിന്നെ ഹിതായു, അഹിതായുവിന്റെ ലക്ഷണം പറയുന്നുണ്ട്, ഒന്ന് വായിച്ചു വിട്ടിരുന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ അഷ്ടപരീക്ഷകൾ പറയുന്നുണ്ട്. തന്ത്രകൃത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഷ്ടപരീക്ഷകൾ പറയുന്നുണ്ട്, അഷ്ടവിധ പരീക്ഷകൾ. അതൊന്ന് വായിച്ചു വിട്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത്രയാണ്
ലാസ്റ്റത്തെ 21 മുതൽ 30 വരെയുള്ളതിൽ കവർ ചെയ്യേണ്ടത്. അതിനകത്ത് അഗ്ര്യം, അതേപോലെ തന്നെ അത്രേ ഭദ്രകാപ്യം, അതുപോലെ വിധിശോണിധ്യം, ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചാപ്റ്ററുകളാണ്. ഇതെല്ലാം ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളെല്ലാം കവർ ചെയ്യുക. ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേക്കും ഒരുവിധം ചരകം സൂത്രം എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.